അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ദുറൂസുൽ അഖായിദ്, അതിലെ ഒന്നാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുൽ ഊല, ഒന്നാമത്തെ പാഠം. അഫില്ലാഹി ഷക്കുൻ. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മദ്രസയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം കഴിഞ്ഞു. ഉസ്താദും കുട്ടികളും ആവേശത്തോടെ ക്ലാസ്സിലെത്തി. ബോർഡിൽ തെർമോകോൾ കൊണ്ട് അതിസുന്ദരമായി എഴുതി വെച്ചിരിക്കുന്നു, മർഹബൻ അഹ്ലം വസഹലം ബികയാ ആലി. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഉസ്താദ് കുട്ടികളോട് അന്വേഷിച്ചു. ഞങ്ങൾക്കറിയില്ല ഉസ്താദ്, ഞാനൊരു സാധ്യത പറയാം. കഴിഞ്ഞ നബിദിനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറച്ച് തെർമോകോൾ നമ്മുടെ പഴയ കെട്ടിടത്തിൽ ബാക്കിയുണ്ടായിരുന്നു. പല സമയങ്ങളിലായി ഉണ്ടായ കാറ്റുകൾ കാരണമായി അവ പല കഷ്ണങ്ങളായി ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിലാണ് മുറിഞ്ഞു വീണത്. കുറെ പശകളും അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും കാറ്റടിച്ചപ്പോൾ അക്ഷരങ്ങളിൽ പശ പറ്റിപ്പിടിച്ചു. കാറ്റിനനുസരിച്ച് അവയിൽ ചിലത് ക്ലാസ് മുറിയിലെത്തി. അവ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചു. അത് മർഹബൻ അഹ്ലം വസഹലം ബികയാ ആലി എന്ന വാചകമായി. ഇത് കേട്ട് കുട്ടികൾ ആർത്തു ചിരിച്ചു. അവർ ഒന്നിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇനി ബാക്കി ഭാഗം നോക്കൂ. ഉസ്താദ്, എന്തുകൊണ്ട്? അതെങ്ങനെ ഉസ്താദേ, വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ? ശരിയാണ്, സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? കുട്ടികൾ നിശബ്ദരായി. ഉസ്താദ് തുടർന്നു, ഇവിടെ വളരെ വ്യവസ്ഥാപിതമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനു പിന്നിൽ ഒരു ആസൂത്രകൻ വേണം, ശരിയല്ലേ? തീർച്ചയായും, കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. എങ്കിൽ ഈ വിശാലമായ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ, ഇങ്ങനെ എന്തെല്ലാം. നമ്മുടെ ഗാലക്സിയിൽ മാത്രം 100 കണക്കിന് ബില്യൺ നക്ഷത്രങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരു സെക്കൻഡിൽ 2 നക്ഷത്രം എന്ന തോതിൽ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ ഈ നക്ഷത്രങ്ങൾ എണ്ണിത്തീരാൻ മാത്രം ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. എന്നാൽ ഇതുപോലെയുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികൾ തന്നെ പ്രപഞ്ചത്തിലുണ്ട്. ഇതെല്ലാം വെറുതെ ഉണ്ടായതാണെന്ന് പറയാൻ സാധിക്കുമോ? ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഭാഗമൊക്കെ നന്നായി വായിച്ച് പഠിക്കുക. ഇനി ബാക്കി നോക്കൂ. അല്ലാഹു തആല പറയുന്നു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. അതിന്റെ അർത്ഥം നോക്കൂ. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ആ അർത്ഥമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി ബാക്കി ഭാഗം നോക്കൂ. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കൂ. നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായി പയർ വിത്തിന്റെ ആകൃതിയിൽ 2 വൃക്കകളുണ്ട്. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട്. അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. അതിന്റെ അർത്ഥം, ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇവയെല്ലാം യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് പറയാനൊക്കുമോ? ഇവയെല്ലാം ഒരു സൃഷ്ടാവും ഇല്ലാതെ ഉണ്ടായതാണോ? അതല്ല മനുഷ്യർ തന്നെയാണോ സൃഷ്ടാക്കൾ? രണ്ടുമല്ല, പിന്നെ ആര്? പ്രപഞ്ചേതരനായ അല്ലാഹു തആലയാണ് ആകാശഭൂമികൾ സംവിധാനിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അഫില്ലാഹി ശക്കുൻ ഫാതിരിസ് സമാവാതി വൽ അർള്. അതിന്റെ അർത്ഥം, ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ? അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ പാഠം നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഇതിൽ പറഞ്ഞിട്ടുള്ള ഖുർആനിലെ ആയത്തുകളും അതിന്റെ അർത്ഥങ്ങളും എല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം,
നുക്കമ്മിലു വനക്തഷിഫു മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് കണ്ടെത്തിയിട്ട് പൂരിപ്പിക്കാനുള്ളതാണ്. നോക്കൂ. 1. ഇന്ന ഫീ ഖൽഖി സമാവാതി ഡേഷ് ലി ഉലിൽ അൽബാബ്. അവിടെ വിട്ട ഭാഗത്ത് എന്താണ് പൂരിപ്പിക്കേണ്ടത്? അതാണ് നമ്മളോട് എഴുതേണ്ടത്. നോക്കൂ. വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്. അപ്പൊ അതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ ചേർത്ത് വായിക്കാം? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലി ഉലിൽ അൽബാബ്. ഇനി 2. വഫിൽ അർളി ആയാത്തുൻ ഡേഷ് തുബ്സിറൂൻ. അവിടെ പൂരിപ്പിക്കേണ്ടത് ലിൽ മൂഖിനീൻ വഫി അൻഫുസിക്കും അഫലാ. അവിടെ നമുക്ക് എങ്ങനെ ചേർത്ത് വായിക്കാം? വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അടുത്തത് 3. അഫിൽ ലാഹി ഡേഷ് വൽ അർള്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഷക്കുൻ ഫാത്തിരി സമാവാതി. അഫില്ലാഹി ഷക്കുൻ ഫാത്തിരി സമാവാതി വൽ അർള്. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. 1ാമത്തെ ചോദ്യം നോക്കൂ. സൃഷ്ടാവ് അല്ലാഹു തആലയാണെന്നതിന് ഭൂമിയിൽ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ. അതിന്റെ ഉത്തരം പർവ്വതങ്ങൾ, കടലുകൾ, പുഴകൾ, ചെടികൾ, മരങ്ങൾ, ജീവജാലങ്ങൾ തുടങ്ങിയവ. ഇനി 2ാമത്തെ ചോദ്യം. എല്ലാറ്റിന്റെയും സംവിധായകൻ അല്ലാഹു തആലയാണെന്നതിന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ. അതിന്റെ ഉത്തരം നോക്കൂ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ, ഉൽക്കകൾ, ഗാലക്സികൾ തുടങ്ങിയവ. ഇനി 3ാമത്തെ ചോദ്യം. എല്ലാം സംവിധാനിച്ചത് അല്ലാഹു തആലയാണെന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ. അതിന്റെ ഉത്തരം നോക്കൂ. നമ്മുടെ ശരീരത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായി പയർവിത്തിന്റെ ആകൃതിയിൽ 2 വൃക്കകളുണ്ട്. അവ രണ്ടിലുമായി 20 ലക്ഷത്തോളം നെഫ്രോണുകൾ ഉണ്ട്. അവയുടെ കൃത്യമായ പ്രവർത്തനം മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. ഇനി നോക്കൂ. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നശ്റഹുൽ മഅന, സാരം എഴുതാനുള്ളതാണ്. അതിലെ 1ാമത്തത് നോക്കൂ. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ. അതിന്റെ സാരം ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇനി അതിലെ 2ാമത്തത് നോക്കൂ. വഫി അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. അതിന്റെ അർത്ഥം അവരുടെ ശരീരങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ. ഇനി 3ാമത്തത് നോക്കൂ. അഫില്ലാഹി ഷക്കുൻ ഫാത്തിരി സമാവാതി വൽ അർള്. അതിന്റെ അർത്ഥം ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ. ഇനി നമുക്ക് തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നോക്കാം. നോക്കൂ. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം തഹ്സീസ്, അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. അതിലെ 1ാമത്തത് നോക്കൂ. പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആല എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. അതിന്റെ ഉത്തരം നോക്കൂ. പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആല എന്ന് ഹെഡിങ് കൊടുക്കുക. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രധാനമായും നാം കാണുന്നതിൽ ഒന്നാമത് ഈ പ്രപഞ്ചം തന്നെയാണ്. പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പ്രധാനമാണ് ഇല്ലായ്മയിൽ നിന്നുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം. ശാസ്ത്രം പുരോഗമിക്കും തോറും അത് സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചം ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടിയാണെന്ന് സംശയങ്ങൾക്ക് വകയില്ലാത്ത വിധം വ്യക്തമായി കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ ഉത്ഭവം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഈ ലോകം പടച്ചിരുന്നു. അത് സർവ്വസജ്ജീകരണങ്ങളോടെയും മനുഷ്യന് മുമ്പ് തന്നെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ ഒരു മനുഷ്യരാശിക്കും പങ്കില്ലെന്നത് വ്യക്തമാണ്. മനുഷ്യൻ വരുമ്പോൾ തന്നെ വെളിച്ചവും ശ്വസിക്കാനുള്ള വായുവും ഭക്ഷണ പദാർത്ഥങ്ങളും സജ്ജീകരിക്കപ്പെട്ട ഒരു ഭൂലോകത്തെയാണ് അവൻ കാണുന്നത്. അപ്പോൾ ബുദ്ധിപരമായി തന്നെ ഒരു കാര്യം ഉറപ്പായി. പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിയായ മനുഷ്യന് ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ ഒരു പങ്കുമില്ലെന്നത്. ഈ ലോകം അനേകായിരം വർഷങ്ങളായി ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉണ്ട് എന്ന് അറിയിക്കാൻ ഭൗതികവും ബുദ്ധിപരവുമായ തെളിവുകളും ഇന്ദ്രിയാനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവുകളും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല. സർവചരാചരങ്ങളുടെയും സൃഷ്ടിപ്പിന്റെയും ജീവൻ നൽകുന്നതിന്റെയും ഉടമ അല്ലാഹു തആല മാത്രമാണ്. കാരണം ഓരോ സൃഷ്ടിപ്പിലും അവയെ പടയ്ക്കുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ദീർഘദൃഷ്ടിയും ദീശനശക്തിയും തന്ത്രവും ബുദ്ധിവൈഭവവും പരിശോധിച്ചാൽ അതെല്ലാം സൃഷ്ടാവിലേക്കെത്തുന്ന ആസൂത്രണമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ആ സൃഷ്ടാവ് സർവശക്തനും എന്നെന്നും നിലനിൽക്കുന്ന അള്ളാഹുവാണെന്നതിലേക്കാണ് നമ്മെ എത്തിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി നോക്കൂ, തഹസീസ്, അതിലെ രണ്ടാമത്തെ പ്രവർത്തനം. ആസൂത്രകനില്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. പാഠത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു സാങ്കല്പിക കഥ തയ്യാറാക്കുക. നോക്കൂ അതിന്റെ ഉത്തരം. മദ്രസ തുറന്നു. കുട്ടികൾ ഉത്സാഹത്തോടെ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. എല്ലാവരും ഉസ്താദിന് സലാം പറഞ്ഞു. ഉസ്താദ് സലാം മടക്കി. എല്ലാവരും ഇരിക്കൂ, ഉസ്താദ് കുട്ടികളോട് പറഞ്ഞു. എല്ലാവരും ഇരുന്നു. അപ്പോഴാണ് കുട്ടികൾ അത് കണ്ടത്. ഭംഗിയായി ചുമരുകൾ പെയിന്റ് അടിച്ചിരിക്കുന്നു. അതിൽ മനോഹരമായ വർണ്ണ പേപ്പറുകൾ ഉപയോഗിച്ച് ഭംഗിയായി മർഹബൻ അഹ്ലൻ വസഹ്ലൻ ബിക യാ ആലി എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു ഉസ്താദേ? കുട്ടികൾ ഒന്നടങ്കം ചോദിച്ചു. ചോദ്യം കേട്ട ഉസ്താദ് തിരിഞ്ഞു നോക്കി. കുട്ടികൾ വളരെ ആകാംക്ഷയിലാണെന്ന് മനസ്സിലായി. ഉസ്താദ്, ഞാനൊരു സാധ്യത പറയാം. നമ്മുടെ മദ്രസയിൽ നബിദിനത്തിന് അലങ്കരിക്കാൻ കൊണ്ടുവന്ന വർണ്ണ പേപ്പറുകൾ ബാക്കിയുണ്ടായിരുന്നല്ലോ. കുറച്ചു ദിവസമായി അടിച്ചു വീശിയ കാറ്റിൽ അവയെല്ലാം പറന്നു വന്ന് ഓരോ അക്ഷരങ്ങളുടെ രൂപത്തിൽ ചുമരിൽ പതിഞ്ഞു. കുറെ പശകളും അവിടെ ഉണ്ടായിരുന്നു. വീണ്ടും കാറ്റടിച്ചപ്പോൾ അക്ഷരങ്ങളിൽ പശ പറ്റിപ്പിടിച്ചു. കാറ്റിനനുസരിച്ച് അവയിൽ ചിലത് ചുമരിൽ പറ്റിപ്പിടിച്ചു. അങ്ങനെ അത് ഈ രൂപത്തിൽ മനോഹരമായ വാചകമായി മാറി. ഇത് കേട്ട കുട്ടികൾ ആർത്തു ചിരിച്ചു. അവർ ഒന്നിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഉസ്താദ്, എന്തുകൊണ്ട്? അതെങ്ങനെ ഉസ്താദേ? വർഷങ്ങളോളം കാറ്റടിച്ചാലും ഇങ്ങനെ സംഭവിക്കുമോ? ശരിയാണ്, സംഭവിക്കുകയില്ല. എന്തുകൊണ്ട്? കുട്ടികൾ നിശബ്ദരായി. ഉസ്താദ് തുടർന്നു. ഇവിടെ വളരെ വ്യവസ്ഥാപിതമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു പിന്നിൽ ഒരു ആസൂത്രകൻ വേണം, ശരിയല്ലേ? തീർച്ചയായും, കുട്ടികൾ ഒന്നിച്ചു പറഞ്ഞു. വളരെ വലിയ ഒരു കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കിയ സംതൃപ്തിയിൽ ഉസ്താദ് ചിരിച്ചു. അപ്പോൾ ഇത്രയാണ് നിങ്ങളൊരു സാങ്കല്പിക കഥയായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.